ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് പാർട്ട് 2ലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മളിന്ന് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി തൊഴാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു 4 മണിക്ക് എണീറ്റു, 5 മണിയാകുമ്പോഴത്തേക്ക് റെഡിയായി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. അപ്പോൾ എനിക്ക് പൂവ് വേണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ മുല്ലപ്പൂവും മേടിച്ചു, ഞാൻ ഈ ഒരു പൂവും മേടിച്ചു. നമ്മൾ വേഗം പോവാണ്, കാരണം ഫസ്റ്റൊക്കെ വന്ന ആൾക്കാർക്ക് ഒരു 4-4:30 ആകുമ്പോൾ വന്ന ആൾക്കാർക്ക് ഫസ്റ്റത്തെ ഒരു 5 ക്യൂലൊക്കെ ഇരിക്കാൻ പറ്റും. നമ്മളിപ്പോൾ അവസാനത്തെ ക്യൂവിലാണ് പോയിരുന്നത്. അവസാനത്തെ ക്യൂവിൽ പോയിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ തൊഴുതൊക്കെ ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടാവും. 5 മണിക്ക് നമ്മൾ അവിടെ പോയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇരുന്ന് കുറേ മടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്ന ക്യൂവിലിരിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ ഈ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിലാണ് വെച്ചത്. അവിടെ നമ്മൾ 5 മണിയാകുമ്പോൾ പോയി ഇരുന്ന് കുറേ നേരം ബോറടിച്ച് കുറേ ഇരുന്ന് കുറേ നേരം ഉറങ്ങി. പിന്നെ അവിടെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു, ആ ചെക്കിനെ കുറേ കളിപ്പിച്ച് അങ്ങനെ കുറേ സമയം പോക്കി. അങ്ങനെ നമ്മൾ തൊഴുത് 9 മണി ആയിട്ടുണ്ട് ഏകദേശം. തൊഴുത് വന്നപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വെള്ളപ്പവും കടലക്കറിയും, അച്ഛൻ പുട്ടും കടലക്കറിയും, ഞാൻ നെയ് റോസ്റ്റും. അച്ഛനും അച്ഛനും നമ്മളെ കൂട്ടാണ്ട് കഴിച്ചു. അപ്പം നമ്മൾ റൂമിൽ പോയി. ലോഡ്ജിൽ പോയപ്പോൾ ഞാൻ കുറച്ച് റീൽ എടുക്കാൻ വെച്ചു. റീലെടുത്തു. എൻ്റെ യൂട്യൂബിലുണ്ട്, എല്ലാവരും പോയി കാണുക. അപ്പം റീലെടുത്തതിന് ശേഷം കുറച്ച് നേരം ഉറങ്ങാൻ വെച്ച് ഉറങ്ങി ഗൈസ്. കാരണം ഇന്ന് 4 മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് പറയുന്നതാ, റൂം വെക്കേറ്റ് തന്നെ ഇറങ്ങിക്കോന്ന്. ഇനി നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. പിന്നെ ഒരു വനിതാ ഹോട്ടലിൽ കയറി നമ്മൾ ചോറ് കഴിച്ചു. നല്ല ചോറേനു, നല്ല മീൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അച്ഛമ്മേനെയും അച്ഛനെയും ചെറിയച്ഛൻ്റെ വീട്ടിലിറക്കി കൊടുത്തു. അവർക്ക് നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ ഗായ്സ്, നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇനി ഞാൻ എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. ഇതെൻ്റെ ഫ്രണ്ട്സിനുള്ളതാണ്. പിന്നെ ഞാൻ പെട്ടിരിക്കുന്നത് അവിടെ നിന്ന് മേടിച്ചതാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, അതെന്നെ കിട്ടി ഗായ്സ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ ക്രാബ് മേടിച്ചു. ഇത് മേടിക്കണമെന്ന് എൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, സോ ഇത് മേടിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഗുരുവായൂർ വ്ളോഗ്. താങ്ക് യു, ബൈ. വേറൊരു വീഡിയോ വരുന്നത് വരെ കാത്തിരിക്കുക. ബൈ ബൈ.